സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ മന്ത്രി എം.ബി. രാജേഷിന്റെ അധ്യക്ഷതയിൽ ചർച്ചകൾക്ക് തുടക്കമായി. ഇന്നലെ കള്ളുഷാപ്പ് ലൈസൻസുകളുമായും ട്രേഡ് യൂണിയൻ ഭാരവാഹികളുമായും മന്ത്രി ചർച്ച നടത്തി. ഇന്ന് സംസ്ഥാനത്തെ ബാർ ഡിസ്റ്റിലറി ഉടമകളുമായി മന്ത്രി ചർച്ച നടത്തും എന്നാണ് വിവരം. അതേസമയം ബാർ കോഴ വിവാദത്തിൽ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. വിവരങ്ങൾ നൽകുന്നത് സൂര്യഗായത്രിയാണ്. സൂര്യഗായത്രി, മദ്യനയത്തിൽ ബാർ ഉടമകളുമായി ഇന്ന് ചർച്ച നടത്തും. ഡ്രൈഡേ ആവശ്യം നിലനിൽക്കുന്നു. ബാറിന്റെ സമയം ക്രമീകരിക്കുക പോലെയുള്ള ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഈ കൂടിക്കാഴ്ച? സർക്കാരിന്റെ പുതിയ മദ്യ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഇന്ന് ബാർ ഉടമകളുമായിട്ട് ചർച്ച നടത്തുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നിയമസഭയിലെ മീറ്റിംഗ് ഹാളിൽ വെച്ചായിരിക്കും ചർച്ച നടക്കുക. ഡ്രൈഡേ ഒഴിവാക്കൽ, അതുപോലെ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളായിരിക്കും ബാർ ഉടമകൾ മുന്നോട്ട് വയ്ക്കുക. ഇതുപോലെ മറ്റ് പല മേഖലകളിൽ നിന്നുള്ളവരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും CPM മദ്യനയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തുക. അതിനുശേഷം മുന്നണി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും പുതിയ മദ്യനയത്തിനൊരു അന്തിമ രൂപരേഖ നൽകുക. എന്തായാലും ഈ പുതിയ സർക്കാരിന്റെ പുതിയ മദ്യനയവും അതുപോലെ തന്നെ അതേ തുടർന്നുണ്ടായ ബാർ കോഴയും ഒക്കെ വലിയ രീതിയിലുള്ള വിവാദവും പ്രതിഷേധത്തിനുമാണ് വഴിവെച്ചിരിക്കുന്നത്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുമെന്നാണ് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. മാർച്ചിൽ വലിയ സംഘർഷങ്ങളാണ് ഉണ്ടായത്. എക്സൈസ് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയുടെയും രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. മന്ത്രിമാർ രാജിവെച്ചതിന് ശേഷം ഈ വിഷയം ജുഡീഷ്യൽ അന്വേഷണത്തിന് വിടണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ പ്രതിഷേധം കടുക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈഡേ ഒഴിവാക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ സർക്കാർ എത്തില്ല എന്ന് വേണം കരുതാൻ. എന്നിരുന്നാലും പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂര്യ, അതുപോലെ ഇന്ന് നിയമസഭ സമ്മേളിക്കുന്ന ദിവസമാണ്. ഇന്ന് 3-ാം ദിനമാണ് എന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ വിഷയങ്ങളിൽ സർക്കാർ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. +2 സീറ്റ് സംബന്ധിച്ച് അധിക ബാച്ച് അനുവദിക്കണമെന്നുള്ള ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നു. ഇന്ന് എന്തൊക്കെ വിഷയങ്ങൾ സഭയിൽ ഉയർത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുക? ബാർ ഉടമകളുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രതിഷേധങ്ങളുണ്ട്, മദ്യനയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഉയർന്നു വന്നേക്കാം? ഫിജി, ധനവകുപ്പിലെ ആഭ്യന്തര വകുപ്പിലെ ധനാഭ്യർത്ഥനകളായിരിക്കും ഇന്ന് സഭയിൽ ചർച്ച ചെയ്യുക. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെരിയാറിലെ മത്സ്യനാശവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ ഉണ്ടാകും. ഇന്നിപ്പോൾ സഭ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി ചൊവ്വാഴ്ച മാത്രമാണ് സഭ ചേരുക. നാളെയും അതുപോലെ തന്നെ 14, 15 തീയതികളിൽ ലോക കേരള സഭയ്ക്കും നിയമസഭ വേദിയാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസങ്ങളിലും സഭ ഉണ്ടായിരിക്കില്ല. ഇനി സഭ പുനരാരംഭിക്കുന്നത് ചൊവ്വാഴ്ച മാത്രമായിരിക്കും.